നമസ്കാരം, എസ് വി ജേണലിലേക്ക് സ്വാഗതം. KMO കോളേജ് മുട്ടിലുള്ള വയനാട്, അവിടെയുള്ള കോളേജിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേര് മത്സരിച്ചു. രണ്ടുപേര് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മച്ചാ കമ്പനിയാണ്. അതായത് MSF ഒരു വശത്ത് മത്സരിക്കുന്നു, KSU മറ്റൊരു വശത്ത് മത്സരിക്കുന്നു. രണ്ട് മച്ചാന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ മുട്ടിൽ കോളേജിൽ കണ്ടത്, KMO കോളേജിൽ കണ്ടത്. അത് വന്നിട്ട് നമ്മുടെ KK അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരാളുടെ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കോളേജാണ്. അപ്പോൾ ആ കോളേജിൽ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നപ്പോൾ കുട്ടികൾ തമ്മിലുള്ള മത്സരമാണ് ശരിക്കും. അപ്പോൾ അതിലേക്ക് രണ്ട് MLA ഇടപെടുന്നു. ആ MLA ആരൊക്കെയും ചോദിച്ചാൽ ഒന്ന് സുൽത്താൻ ബത്തേരി MLA ആയ IC ബാലകൃഷ്ണനും അതോടൊപ്പം കൽപ്പറ്റ MLA ആയ നമ്മുടെ T സിദ്ദിഖ് എന്ന് പറയുന്ന ഒരാളും ഇടപെട്ടു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇടപെട്ട് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSUവിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായി നമ്മൾ ആലോചിക്കണം, കേരളത്തിൽ ഇപ്പോഴെങ്കിലും ഒരു UDF എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാർ ഈ മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യം മറന്നുപോയി. ഒരുപക്ഷെ മനഃപൂർവ്വം മറന്നതാണോ ഇനിയും മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ IC ബാലകൃഷ്ണനും T സിദ്ദിഖും കൂടി ഇടപെട്ടു, KSUവിനെ അവിടെ വിജയിപ്പിച്ചെടുത്തു. KSU ഇതിനെക്കാട്ടി വലിയൊരു നെറുകേട് കാണിച്ചു. KSU കാണിച്ചത് MSF തോറ്റു, മതേതരത്വം വിജയിച്ചു എന്നാണ് അവർ പറഞ്ഞ ഒരു മുദ്രാവാക്യം. MSF പരാജയപ്പെട്ടു, പകരം അവിടെ വിജയിച്ചതെന്നാണ് മതേതരത്വം വിജയിച്ചു. അപ്പോൾ എന്നു മുതലാണ് MSFും മുസ്ലിം ലീഗും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതേതര പാർട്ടി അല്ലാതായി മാറിയത്? PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല. കാര്യം PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു വാചകമാണ്, ഞങ്ങൾ മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലുള്ള ബാക്കി ആർക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടി തന്നെയാണ്. തീവ്ര വർഗീയതയൊന്നും കൊണ്ട് മുസ്ലിം ലീഗ് വന്നിട്ടില്ല. അതിൽ ആക്ഷേപം എന്ന് പറയുന്നത് KM ഷാജി എന്ന് പറയുന്ന ഒരു തീവ്രവാദി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. KM ഷാജി മാത്രമാണ് അതിൻ്റെ ആക്ഷേപം. കാര്യം എന്താ, മുസ്ലിങ്ങൾ MLA മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാനല്ല ശ്രമിക്കേണ്ടത്, പകരം നമ്മളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനാണ് ശ്രമിക്കേണ്ടത് എന്നായിരുന്നു KM ഷാജി പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതിന് മറുപടിയായിട്ട് KK ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ്, അതായത് നമുക്കറിയാം ഈ കോളേജ് എന്ന് പറഞ്ഞാൽ വയനാട് മുസ്ലിം ലീഗിൻ്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് KK അഹമ്മദ് ഹാജി. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ കോളേജ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിം ലീഗിൻ്റെ അധീനതയിൽ വരുന്ന ഒരു കോളേജിൽ KSUവിനെ വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം ഈ പറയുന്ന T സിദ്ദിഖും നമ്മുടെ IC ബാലകൃഷ്ണനും ശ്രമിച്ചതിൻ്റെ ഫലമായി KSU ജയിച്ചു. ആ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിന്റെ കോളേജിൽ നിന്നുകൊണ്ട് MSF തോറ്റു, അവിടെ മതേതരത്വം വിജയിച്ചു എന്ന് പറഞ്ഞ KSUവിൻ്റെ ഉളുപ്പില്ലായ്മയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഒരു ഉളുപ്പില്ലായ്മ നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ പറഞ്ഞത് T സിദ്ദിഖിനെ തെമ്മാടിയാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. IC ബാലകൃഷ്ണനും T സിദ്ദിഖും ഇനി സഭ കാണില്ല എന്ന് പറഞ്ഞു. അവരുടെ വെറും സ്വപ്നമായിരിക്കും സഭ എന്ന് വരെ അവർ പറഞ്ഞു. കാരണം എന്താണ്? കൃത്യമല്ലേ, പകൽ പോലെ വ്യക്തമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗ് ആണ് വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രധാന ശക്തി സ്രോതസ്. അത് മുസ്ലിം ലീഗിന് കൃത്യമായി അറിയാം. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് IC ബാലകൃഷ്ണനും T സിദ്ദിഖും ചിന്തിക്കാതെ പോയത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ളൊരു ചോദ്യം. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ തറ പറ്റിക്കുക? അതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി നിലനിൽക്കണമെങ്കിൽ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം. അതില്ല എന്നുണ്ടെങ്കിൽ UDFന് നിലനിൽപ്പേയില്ല. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ആകെപ്പാടെ 10, 20, 22 സീറ്റ്, കൂടി വന്ന 25 സീറ്റ് മാത്രം ലഭിക്കുന്ന കോൺഗ്രസിനെ കൊണ്ട് ഈ ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ. ലീഗ് വിട്ടുപോയി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി സീറോ ആണ്, ബിഗ് സീറോ. പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറും. ലീഗ് ഒന്ന് വിട്ടുപോട്ടെ, അന്നേരം അറിയാം. ഇതൊന്നും ആലോചിക്കാതെയാണ് IC ബാലകൃഷ്ണനും T സിദ്ദിഖും കൂടി ഇമാതിരി പരാമർശം നടത്തിയത്. അപ്പോഴാണ് KK ഖാദർ പറഞ്ഞത്, നിങ്ങളുടെ ഇന്ദിരയുടെ പേരക്കുട്ടികളുണ്ടല്ലോ 2 എണ്ണം, ഉത്തരേന്ത്യ മുഴുവൻ നെടുനീളം അലഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് കയറിയേ, അവർക്ക് 2 പേർക്കും തണൽ കൊടുത്ത് ഇതേ ലീഗുകാരാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന്. അതിൻ്റെ അർത്ഥം വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതും പ്രിയങ്ക ഗാന്ധി പിന്നീട് ജയിച്ചതും എല്ലാം മുസ്ലിം ലീഗിൻ്റെ വോട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് അതേ മതേതരത്വത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് തന്നെയാണ് KK ഖാദർ പറഞ്ഞത്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളില്ലായിരുന്നു എങ്കിൽ ഞങ്ങൾ ഒരു മറുകണ്ഠം ചാടിയിരുന്നെങ്കിൽ ഇവിടെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഇവിടുന്ന് ജയിച്ചു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞവരാണ് എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പാണ് അവിടെ കെ ഖാദറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. MSF തോറ്റു എന്ന് പറയുന്ന ആ ഒരു വസ്തുതയെ, സത്യത്തെ അവർ അംഗീകരിക്കുന്നു. അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇനി ലീഗ് വളരെ കൃത്യമായി കരുക്കൾ നീക്കേണ്ടി വരും. കാര്യം ഇതിനു മുമ്പ് വന്ന ഒരു ആരോപണമുണ്ട്. ലീഗ് മത്സരിക്കുന്ന പ്രദേശങ്ങളിലെ, മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെ പ്രാദേശിക നേതൃത്വം ലീഗിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്ന് വെച്ചാൽ ലീഗിനെ പരാജയപ്പെടുത്താനായി അവിടെ ശ്രമിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം ലീഗ് നേതാക്കന്മാരെ, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള വിവരം കൃത്യമായി ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഇതേ ലീഗിന് തന്നെ, വയനാട്ടിലെ ലീഗിന് തന്നെ എന്താ സംഭവിച്ചതെന്നറിയാമല്ലോ. വയനാട്ടിലെ ലീഗിനെ പോലെയും രാഹുൽ ഗാന്ധി വന്നാലോ പ്രിയങ്ക ഗാന്ധി വന്നാലോ അവർക്ക് സ്വന്തം കൊടി പിടിക്കാൻ പോലുമുള്ള അവകാശം കൊടുത്തിട്ടില്ല. അതായത് സ്വന്തം ലീഗിന്റെ സ്വന്തം പതാക അത് പിടിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി അധപ്പതിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇതേ കോൺഗ്രസ് നേതൃത്വം തന്നെയല്ലേ. കാര്യം എന്താ, വന്നിറങ്ങിയത് ആരാ? ദേശീയ നേതാവാണ്. ദേശീയ തലത്തിൽ എന്തോ മലമറിച്ചിട്ട് ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ആ ദേശീയ നേതാവിന് പക്ഷേ ഹിന്ദുക്കളെ പേടിയാ. അതായത് വർഗീയത പറഞ്ഞു നടക്കുന്ന BJP ഭയമാണ് ഉത്തരേന്ത്യയിലുള്ള. കാരണം അവിടെ ഞങ്ങളുടെ കോൺഗ്രസിന് മതേതരത്വമല്ല, മൃദുഹിന്ദു സമീപനമാണ്. ആ മൃദുഹിന്ദു സമീപനം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലീഗിന്റെ കൊടി ഉയർത്താൻ സമ്മതിക്കില്ല. കാര്യം രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതെല്ലാം പാകിസ്ഥാനികളാണ് എന്നവിടെ പറഞ്ഞു വരത്തുമെന്ന് പേടിക്കുന്ന ഒരു പേടിത്തൊണ്ടനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് ലീഗിനെ വേണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തേ? എങ്ങനെയെങ്കിലും ആ ലീഗുകാരോടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് ഒടുവിൽ അവരെ ജയിപ്പിച്ചു. ഇവിടെ ലീഗിന് 5ാം മന്ത്രിസ്ഥാനം വന്നു കഴിഞ്ഞാൽ, 5ാം മന്ത്രി വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയായിരിക്കും കേരളം ഭരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് മന്ത്രിസഭ, അല്ലെ UDF മന്ത്രിസഭ എന്ന് പറഞ്ഞ ഒരു നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്, നിലമ്പൂരെ. ആ ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ലീഗ് അവിടെ കിണഞ്ഞ് പരിശ്രമിച്ച. ഇതൊക്കെ ഈ PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ ഒന്ന് ഓർക്കേണ്ടി വരും. അതായത് 2016 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്, 11 ആ സമയത്ത് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണത്. 5ാം മന്ത്രിവാദം ആ സമയത്ത് ഉയർന്നു വന്നതല്ലേ. എന്നിട്ട് കിട്ടിയോ 5ാം മന്ത്രിയെ? കിട്ടിയില്ലല്ലോ. രാജ്യസഭാ സീറ്റ് ചോദിച്ചിട്ട് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. എന്നിട്ട് ഏറ്റവും കൂടുതൽ തഴയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം ലീഗ് തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ, അതായത് MSF നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ തലം ഇവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. IC ബാലകൃഷ്ണനെയും T സിദ്ദിഖിനെയും നിയമസഭ കാണിക്കില്ല എന്ന് ഉറപ്പിച്ച് MSFലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റാണ് അടിക്കാൻ പോകുന്നത്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ജയിക്കണോ വേണ്ടയോ തീരുമാനിക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണ് എന്ന് ലീഗ് പറയാതെ പറയുകയാണ് ചെയ്തത്. അതായത് വയനാട് ലീഗ് പ്രസിഡന്റിന്റെ കോളേജിൽ MSFനെ തോൽപ്പിച്ചിട്ട് മതേതരത്വം വിജയിച്ചു എന്ന് പറയുന്ന KSU, അവിടെയാണ് പ്രശ്നം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഇത് ബാധിച്ചിരിക്കും. അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ലീഗ് കൃത്യമായി നീക്കം നടത്തിയിരിക്കും. ഇത്രയും സീറ്റുകൾ മേടിച്ചെടുക്കുന്ന ലീഗിന് എന്തുകൊണ്ട് സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി ആയിക്കൂടാ? സ്വതന്ത്രമായ നിലനിൽപ്പില്ലേ ലീഗിന്? ഉണ്ട്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കും. കാര്യം കോൺഗ്രസിനെ താങ്ങി നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള കാര്യം ലീഗിലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായത്. അങ്ങനെ പരസ്യമായി അവർ പ്രതികരിച്ചിട്ടും ലീഗ് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ MSF കുട്ടികളെ തള്ളിപ്പറഞ്ഞോ? ഇല്ല, ഇതുവരെ തള്ളി പറഞ്ഞില്ല. അവർ പറഞ്ഞത് അബദ്ധമായെന്നോ അവർ കാണിച്ച തെറ്റായി പോയെന്നോ കുഞ്ഞാലിക്കുട്ടിയോ സാദിഖ് അലി തങ്ങളോ വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ല. എന്തിനേറെ KMOയുടെ മാനേജ്മെന്റിലെ മാനേജറും അതോടൊപ്പം തന്നെ ലീഗിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റുമായ KK അഹമ്മദ് ഹാജി ഒരു വാക്ക് തുറന്നു പറഞ്ഞോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് അത് വളരെ ക്ലിയർ അല്ലേ? ലീഗ് ശക്തമായ ഒരു നിലപാടെടുക്കാൻ പോകുന്നു. ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ താങ്ങി നിന്നുകൊണ്ട് ഇനി കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്നും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പ്രവർത്തനവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടണം. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളെ താങ്ങി നടന്നതിന്റെ പിൻബലത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയിരിക്കണം. ഞങ്ങൾക്ക് ഇത്ര മന്ത്രിസ്ഥാനം വേണം, ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ വേണം. നമുക്കറിയാം ദക്ഷിണ കേരളത്തിൽ പോലും
തെക്കൻ കേരളത്തിൽ പോലും സീറ്റുകൾ കൂടുതൽ ചോദിച്ചു വാങ്ങാൻ തയ്യാറാകുന്നു. 5 സീറ്റുകൾ കൂടി അധികം ചോദിച്ചു വാങ്ങാൻ തയ്യാറാകുകയാണ് ലീഗ് എന്നുള്ള വാർത്തകൾ നമ്മൾ കേട്ടതല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ലീഗിന് ഇനിയും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട സമയം എത്തിയിരിക്കുന്നു. കാര്യം കോൺഗ്രസ് അത്രത്തോളം ദുർബലമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ദുർബലമായി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് UDF എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ, സീറ്റുകൾ കൂടുതൽ വേണമെങ്കിൽ ലീഗിന് സീറ്റുകൾ കൂടുതൽ വേണം എന്നുള്ള തിരിച്ചറിവ് ലീഗിന് ഉണ്ടായി കഴിഞ്ഞു. അപ്പം കൂടുതൽ സീറ്റുകൾ അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കുക. കൂടുതൽ സീറ്റ് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർ പാലം വലിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ലീഗിന്റെ മനസ്സിലുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള അനുഭവം അങ്ങനെയാണ്. അവർ ലീഗ് മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വം, കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം തീരുമാനിക്കും ഇവരെ വിജയിപ്പിക്കേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പകരം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും LDFിലേക്ക് പോകുന്ന വോട്ടുകളല്ല. ഇതെല്ലാം മറിഞ്ഞ് അതിൽ പിന്നെ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം LDFിലേക്ക് വരികയും ചെയ്യും. അതിൽ പകരം അവിടെ നിന്നുള്ള ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളുണ്ടല്ലോ, ഹിന്ദു വോട്ടുകൾ, ഈ ഹിന്ദു വോട്ടുകളെല്ലാം BJPയിലേക്ക് കയറുകയും ചെയ്യും. അതാണ് സ്വാഭാവികമായി എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അത് ഗുണകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം. എന്തിനേറെ പറയാൻ, നമ്മൾ പിന്നെ തൃശ്ശൂർ തന്നെ കണ്ടത് അങ്ങനെയല്ലേ. കോൺഗ്രസിലെ വോട്ടുകൾ മറിച്ച് അത് വ്യക്തിവിരോധം തീർത്താണ്. അവിടെ K മുരളീധരനോടുള്ള വിരോധം തീർത്തിട്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു. അതാണ് പിന്നെ തൃശ്ശൂരിൽ നമ്മൾ പച്ചയ്ക്ക് കണ്ട കാര്യം അതാണ്. എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പലയിടത്തും. അപ്പോൾ അതുകൊണ്ട് ലീഗ് MSFലെ കുട്ടികളെടുത്ത് ശക്തമായ നിലപാട് തന്നെയാണ്. ആ നിലപാട് പ്രതിഫലിക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചർച്ച ലീഗിനുള്ളിൽ ഉണ്ടാകും. കാരണം KSUവിനെ പിന്തുണയ്ക്കാൻ വേണ്ടി എന്തിനാണ് T സിദ്ദിഖും IC ബാലകൃഷ്ണനും ഇറങ്ങി തിരിച്ചത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അതായത് വയനാട് ജില്ലയിൽ ആകെപ്പാടെ 3 MLA ഉള്ളൂ. അതിലൊന്ന് കേളു എന്ന് പറയുന്ന ആള് പിന്നെ ഇവിടെ നിന്നുള്ളതാണ്, മാനന്തവാടി എന്നുള്ളതാണ്. ആ മാനന്തവാടി LDFിന്റെ കയ്യിലുമാണ്. പിന്നെ ബാക്കിയുള്ള 2 MLA UDFിന്റെ MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA എന്തിനാണ് KSUവിന് പിന്നിൽ കളിച്ചത്? KSUവിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുട്ടികളുടെ മത്സരമല്ലേ മത്സരിക്കുന്ന. ഇപ്പൊ എങ്ങനെയാണ് T സിദ്ദിഖിനകത്ത് ഇടപെടാൻ കഴിയുക? ധാർമ്മികമായി എന്ത് അധികാരമാണുള്ളത് T സിദ്ദിഖിന്? T സിദ്ദിഖ് ഇപ്പോഴും കൽപ്പറ്റ MLA ആയിരിക്കുന്ന ലീഗിന്റെ വോട്ട് കൊണ്ടല്ലേ? IC ബാലകൃഷ്ണൻ ഇപ്പോഴും MLA ആയിരിക്കുന്ന ലീഗിന്റെ വോട്ട് കൊണ്ടല്ലേ? നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടിരിക്കുന്ന പിന്നെ കോൺഗ്രസിന്റെ രണ്ട് നേതാക്കളെ വിജയിപ്പിച്ചത് ഇതേ മുസ്ലിം ലീഗിന്റെ വോട്ട് ഉപയോഗിച്ചിട്ടല്ലേ? അപ്പൊ ഇതൊക്കെ മറികടന്നുകൊണ്ട് KSUവും MSFും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ കൃത്യമായ ഒരു മത്സരം നടക്കട്ടെ എന്ന് കരുതണമായിരുന്നു. നിഷ്പക്ഷമായ നിലപാടായിരുന്നു IC ബാലകൃഷ്ണനും ഇയാളും സ്വീകരിക്കേണ്ടിയിരുന്നത്, T സിദ്ദിഖും സ്വീകരിക്കേണ്ടിയിരുന്നത്. അല്ലാതെ KSUവിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം അതപ്പോ ഒരു കേരളത്തിലെ ഒരു നേതൃത്വത്തിന്റെ ഇടപെടൽ കൂടിയായി മാറുന്നു. അപ്പോൾ ഇതിനകത്ത് ഇനിയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവണം. എവിടെ? ഇതിനകത്തുണ്ടാവണം, MSFിൽ ഉണ്ടാവണം. പക്ഷേ ലീഗുകാർ അങ്ങനെ ഒരു വലിയ നയം കാണിച്ചു. ലീഗുകാരും ഈ മത്സരത്തിൽ MSFിനെ പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിയില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മുന്നണി മര്യാദയാണ്. ആ മര്യാദ പക്ഷേ ഇവർ രണ്ടുപേരും കാണിച്ചില്ല. അതായത് T സിദ്ദിഖും കാണിച്ചില്ല, IC ബാലകൃഷ്ണനും കാണിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ലീഗിന് ഇനി സ്വന്തമായ നിലപാടുകൾ എടുക്കാനുള്ള ശേഷിയുണ്ട്. സ്വന്തമായ നിലപാടെടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ നിലപാടെടുക്കേണ്ട ഒരു ആവശ്യകത സമീപഭാവിയിൽ ഉണ്ടാകുന്നു. എന്നിട്ട് ലീഗിനെ മതേതര പാർട്ടി അല്ല എന്നല്ലേ പറയുന്നത്? ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ അറിയണം ഇതൊക്കെ. KSUവിന്റെ പോസ്റ്ററിനകത്ത് അങ്ങനെയല്ലേ, മതേതരത്വം വിജയിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ കോൺഗ്രസിലുള്ളവർ പോലും അംഗീകരിക്കുന്നില്ല മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന്. അപ്പോൾ നിങ്ങളുടെ ലീഗിന്റെ മതേതരത്വത്തിനുള്ള ഒരു ഏറ്റവും വലിയ വെല്ലുവിളിയായി അത് മാറുന്നു. അതോടൊപ്പം ലീഗിന് ഉള്ളിലേക്ക് അല്ലെങ്കിൽ KSUവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ ഇറങ്ങിക്കളിക്കുന്നു. ലീഗ് അപ്പോഴും അവിടെ മൗനമായി നിൽക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് പിൻബലം കൊടുക്കുന്നത് ലീഗാണ്. ആ ലീഗിനെ ഇങ്ങനെ പലയിടങ്ങളിലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇങ്ങനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചറിയാൻ ലീഗിന്റെ നേതൃത്വത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ലീഗിന് ചുവട് മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ലീഗ് ഇനിയെങ്കിലും ചിന്തിക്കുക, സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തയോടുകൂടി, സ്വതന്ത്രമായ ഒരു ബോധത്തോടു കൂടി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുന്നണി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ലീഗ് ചിന്തിച്ചു നോക്കൂ. ഇപ്പം മലപ്പുറത്ത് സീറ്റ് പിടിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയൊന്നും ലീഗിന് ആവശ്യമില്ല. ലീഗിന്റെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ പിന്തുണ വേണം എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ലീഗ് നിൽക്കുന്നിടത്ത് വിജയിക്കാൻ കഴിയും
എന്ന് പലപ്പോഴായി തെളിയിച്ചിട്ടുള്ള പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു റീത്തിങ്ങിനുള്ള അവസരമുണ്ട്. കാര്യം സ്വന്തം കൊടി വേണ്ടാത്തിടത്ത്, സ്വന്തം കൊടി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സ്ഥലത്ത്, സ്വന്തം പാർട്ടിക്കാർ അല്ല സ്വന്തം മുന്നണിയിലുള്ള മുതിർന്ന നേതാക്കൾ പോലും ചെറിയ തെരഞ്ഞെടുപ്പുകൾ പോലും ഇടപെട്ടുകൊണ്ട് ലീഗിനെ പരാജയപ്പെടുത്തുക, അല്ലെ MSMനെ പരാജയപ്പെടുത്തുന്ന കാലത്ത് ലീഗ് സ്വതന്ത്രമായ നിലപാടെടുക്കുക എന്നുള്ളതാണ്. അവിടെ സ്വന്തമായ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കും ഒരു നിലപാടിലേക്കും ലീഗ് മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ.